ബൈബിളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു, അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യം ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല, അതൊരു വിശ്വാസമാണ്, ഒരു ബന്ധമാണ്, യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ നമുക്കറിയാം ഇന്നത് മതമായി മാറിയിരിക്കുകയാണ്. എന്നാൽ ആ മതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യേശുവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വഴികളും അവിടെ ഇല്ല. അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പഠിപ്പിച്ച് മനുഷ്യനെ നിരാശയിലേക്കും നഷ്ടത്തിലേക്കും കൊണ്ടുപോകുന്ന പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വരുന്നവർക്ക് സമാധാനവും പ്രത്യാശയും ഉണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനി ആരാണ്? അവൻ യേശുവിന്റെ ശിഷ്യനാണ്, യേശുവിന്റെ മകനാണ്, യേശുവിനെ വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ ക്രിസ്ത്യാനികളായി തീർന്ന ശിഷ്യന്മാരുടെ പ്രമുഖനായിരുന്നു പത്രോസ്. ചരിത്രം പഠിപ്പിക്കുന്ന പത്രോസ് അപ്പോസ്തലന്മാരുടെ ഒന്നാമത്തെ അപ്പോസ്തലനായി മാറി. യേശുവിനെ വിശ്വസിച്ചതുകൊണ്ട്, യേശുവിനെ അനുഗമിച്ചതുകൊണ്ട്, യേശുവിന് ശിഷ്യനായതുകൊണ്ട് ദൈവസഭയുടെ വിശ്വാസികളുടെ ഒന്നാമത്തെ അപ്പോസ്തലനാരാന്ന് ചോദിച്ചാൽ അത് പത്രോസാണ്. യേശുവിന്റെ മരണശേഷം അവൻ അത്ഭുതങ്ങൾ ചെയ്തു, കുരുടന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. തന്റെ ജീവിതത്തിൽ യേശുവിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ഒന്നാമത്തെ അപ്പോസ്തലനായി പത്രോസ് മാറി. അവസാനം യേശുവിനെ പോലെ അവൻ മരണം വരിച്ച് കർത്താവിന്റെ ഒരു രക്തസാക്ഷിയാത്തിയിലുണ്ടായിരുന്നു. സുഹൃത്തെ, നിന്റെ ജീവിതത്തിന് സമാധാനവും പ്രത്യാശയും സന്തോഷവും തരുവാൻ കഴിയുന്ന യേശു നിന്നെ വിളിക്കുകയാണ്.